അപ്പോൾ കഴിഞ്ഞ ദിവസം ക്രെറ്റയുടെ ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ചെയ്തിരുന്നു കേട്ടോ. അത് 2024 മോഡലായ ക്രെറ്റ ആഡംബര വാഹനമായിട്ട് വന്നിരിക്കുക കേട്ടോ. പുതിയ ഫീച്ചറുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഫീച്ചറുകളും ഓരോ വേരിയൻറ്റിൽ വരുന്ന ഫീച്ചറുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു, ലോഞ്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾക്ക് ആ വീഡിയോയിൽ നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി വേരിയൻസിൻ്റെ പ്രൈസ് പറയാം. അപ്പോൾ എഞ്ചിൻ വരുന്നത് പറഞ്ഞാൽ 3 തരത്തിലുള്ള എഞ്ചിനായിട്ട് വരുന്നത്. 1.5 ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, 160 PS പവറും അതുപോലെ 253 Nm ടോർക്കുമായിട്ടുള്ള 7 DCT പെട്രോൾ ടർബോ എഞ്ചിൻ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു വേരിയൻ്റ് ഒരൊറ്റ വേരിയൻറ്റിലാട്ടോ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ 1.5 ഡീസലാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. 116 PS പവറും അതുപോലെ 250 Nm ടോർക്കുമായിട്ട് വരുന്ന ഡീസൽ എഞ്ചിനാണ് വരുന്നത് കേട്ടോ. അത് 2 മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. പിന്നീടുള്ള എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളാണ് വരുന്നത്. 1.5 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് കേട്ടോ വരുന്നത്. അതിലും മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ IVTയും വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് വരുമ്പോഴത്തേക്ക് 115 PS പവറും അതുപോലെ 141.8 Nm ടോർക്കുമാണ് വരുന്നത്. പെട്രോളിൻ്റെ മാനുവൽ ആൻഡ് IVT വേരിയൻസ് വരുന്നുണ്ട് ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോഴത്തേക്കും കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെയാണ് എഞ്ചിനിലേക്ക് വരുന്നത്. പിന്നെ പുറത്തുനിന്നുള്ള എക്സ്റ്റീരിയറായിട്ട് വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടിരുന്നു. ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ലും അതുപോലെ തന്നെ കണക്റ്റഡ് DRL വരുന്ന കണക്റ്റഡ് ഹെഡ് ലാമ്പും അതുപോലെ കണക്റ്റഡ് ടെയിൽ ലാമ്പുകളും പുതിയ ഗ്രില്ലും പുതിയ ബമ്പറും അങ്ങനെയുള്ള ലെവൽ 2 ADAS ഫീച്ചേഴ്സും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ ഒരു ആഡംബര വാഹനം അതുപോലെ സേഫ്റ്റിയുടെ കാര്യത്തിലും എല്ലാത്തരം കാര്യത്തിലും ഫീച്ചറുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ വേർഷനായിട്ടാണ് ക്രെറ്റയുടെ 3ാമത്തെ വേർഷൻ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഗ്രില്ലെന്ന് പറഞ്ഞാൽ പുതിയ ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ഇത് ടോപ്പ് വേരിയൻ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഡിസ്പ്ലേ ചെയ്തത് ലോഞ്ച് ചെയ്തതും ടോപ്പ് വേരിയൻ്റ് ആയിരുന്നു കേട്ടോ. ടോപ്പ് വേരിയൻ്റ് വരുമ്പോഴത്തേക്ക് SX എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് അവർ ലോഞ്ച് ചെയ്തത്. ഗ്രില്ലിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ കണക്റ്റഡ് L ഷേപ്പിൽ നിന്ന് കണക്ട് ചെയ്ത് പോകുന്ന ഒരു DRLകൾക്ക് ഇടയ്ക്കായിട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ആ L ഷേപ്പിന് തന്നെ രീതിയിലുള്ളതാണ്. റെയറിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര തിന്നായിട്ടുള്ള സ്ലീക്കായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് റെയറിൽ കൊടുക്കുന്നത്. അതുപോലെ താഴേക്ക് വരുന്ന ഹെഡ് ലാമ്പ് യൂണിറ്റും അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഒരു എയർ ഡാം യൂണിറ്റും അങ്ങനെ ഫ്രണ്ടിലെ സ്കിപ്പ് ലൈറ്റുകളും ബമ്പറും പുതിയതെല്ലാം ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുതിയ ഡിസൈനിലുള്ള അലോയാണ് വരുന്നത്. 17 ഇഞ്ച് അലോയാണ് ടോപ്പ് വേരിയൻറ്റിലേക്ക് വരുന്നത്. 215/60 ടയർ സെക്ഷനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബാക്കി ലോ വേരിയൻറ്റിലൊക്കെ 16 ഇഞ്ച് അലോയ്സാണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അലോയ് വരുന്നത് ഈ ഒരു പുതിയ ഡിസൈനിൽ വരുന്ന ഡയമണ്ട് കട്ടായിട്ടുള്ള 17 ഇഞ്ച് അലോയ് വീൽസാണ് കേട്ടോ വരുന്നത്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല. പഴയ സെയിം ക്രെറ്റയുടെ അതേ സ്പേസ് തന്നെയാണ്, അതേ വോളിയം തന്നെയാണ് വരുന്നത്. അതേ കപ്പാസിറ്റി തന്നെ 433 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത് ഇത് ഈ പുതിയ ക്രെറ്റയ്ക്കും. പക്ഷേ പുറകിലേക്ക് വരുമ്പോഴത്തേക്കും മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെറ്റയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. SX വേരിയൻറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബമ്പറിലേക്ക് സ്കിപ്പ് ലൈറ്റ് വന്നിട്ടുണ്ട്. മുകളിലെ ഷാർപ്സിൻ്റെ ആൻറ്റിന വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിലൊന്നും അത് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഓരോ വേരിയൻറ്റുകളിലേക്ക് പോയി നോക്കാം. ഓരോ വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സാണല്ലോ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതിലേക്ക് പോയി നോക്കാം. നമുക്ക് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കോമൺ ആയിട്ട് വരുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. സേഫ്റ്റിയുടെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. ആദ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 6 എയർ ബാഗ് കോമൺ ആയിട്ട് വരുന്നത്. ഡ്രൈവർ, പാസഞ്ചർ, സൈഡ് ആൻഡ് കട്ടൺ എയർ ബാഗ്സ് 6 അത് കോമൺ ആയിട്ട് എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്. എല്ലാ വേരിയൻസിലും അവൈലബിൾ. അതുപോലെ തന്നെ ABS വിത്ത് EBD വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ESC അത് വരുന്നുണ്ട്. അതുപോലെ വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നുണ്ട്. അതുപോലെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് കൺട്രോൾ വരുന്നുണ്ട്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ റെയർ ഡിസ്ക് ബ്രേക്ക്, അതായത് 4 ടയറുകളിലും ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണ് വരുന്നത്. സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷൻസ് വരുന്നുണ്ട് ഡ്രൈവറും പാസഞ്ചേഴ്സും. അതുപോലെ ഡ്രൈവർ ആങ്കർ പ്രൊട്ടൻഷൻ വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട്. അതുപോലെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട് എല്ലാ സീറ്റിനും. അതുപോലെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വരുന്നുണ്ട് എല്ലാ സീറ്റുകൾക്കും ഉണ്ട്. അതായത് ഐസോഫിക്സ് വരുന്നുണ്ട്. എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ വരുന്നുണ്ട്. അതുപോലെ ഇമ്പാക്ട് സെൻസിങ് ഓട്ടോ ഡോർ അൺലോക്ക് വരുന്നുണ്ട്. സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്ക് വരുന്നുണ്ട്. അതുപോലെ ഇൻസൈഡ് ഡോർ ഓവർ റൈഡ് വരുന്നുണ്ട്. അത് ഡ്രൈവർ ഉള്ളിലാണ് കേട്ടോ. അതുപോലെ ഇമ്മൊബിലൈസർ, ബർഗ്ലർ അലാം, സെൻട്രൽ ലോക്കിംഗ്, ഹെഡ് ലാമ്പ് എസ്കോർട്ട് ഫംഗ്ഷൻ, പിന്നെ റെയർ പാർക്കിംഗ് സെൻസറുകൾ. അതുപോലെ ഫ്രണ്ടിൽ എക്സ്റ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലും റെയറിലും വരുന്ന സ്കിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റിംഗ് RC പില്ലർ വരുന്നുണ്ട്. അതുപോലെ LED ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ റെയറിൽ വരുന്ന ഹൊറൈസൺ LED ലാമ്പ് വരുന്നുണ്ട്. അതുപോലെ ഔട്ട്സൈഡ് ഡോർ മിററുകൾ എന്ന് പറഞ്ഞാൽ ബോഡി കളറാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് ആണ് എല്ലാത്തിനും വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള. അതുപോലെ റെയറിൽ ഹെഡ് റെസ്റ്റ് കോമൺ ആയിട്ട് എല്ലാ ഇതിലും വരുന്നതാണ്. പിന്നെ 60/40 സ്പ്ലിറ്റ് റെയർ സീറ്റ് വരുന്നുണ്ട്. 2 സ്റ്റെപ്പ് റെയർ റിക്ലൈനിങ് സീറ്റ് വരുന്നുണ്ട്. ഇത് കോമൺ ആട്ടോ. ഇത് എല്ലാ വാഹനത്തിലും ഇത്
ഇവർ കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. രണ്ടാമത്തെ സീറ്റ് നമുക്ക് റിക്ലൈനിങ് സീറ്റുകളാണ്. അത് 2 സ്റ്റെപ്പിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇരിക്കുമ്പോൾ അതിനുശേഷം ഒരു 2 റിക്ലൈനിങ് പൊസിഷനും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡോറിൽ വരുന്ന സ്കഫ് പ്ലേറ്റുകൾ വരുന്നുണ്ട്. അതിൽ പക്ഷേ ബാഡ്ജിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്ലേറ്റാണ് വന്നിരിക്കുന്നത്. ഡി കട്ട് സ്റ്റിയറിംഗ് വീൽ, ഇത് ആ ഒരു കോമൺ ഷേപ്പ് ഡി ഷേപ്പിലുള്ള സ്റ്റിയറിംഗ് വീൽ വരുന്നു. അതുപോലെ ഫ്രണ്ടിലെ കൺസോൾ ആംബസ്റ്റ് വിത്ത് സ്റ്റോറേജ് വരുന്നുണ്ട്. അത് കോമൺ ആയിട്ടോ വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനൊരു ലെതറേറ്റ് ഫിനിഷൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ റെയറിലെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. സെൻട്രൽ വരുന്ന ആംബ്രസ്റ്റ് 2 കപ്പ് ഹോൾഡറോടുകൂടി വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രിക് ടൈൽഗേറ്റ് റിലീസ്, റെയർ AC വെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ USB ചാർജർ പോർട്ടുകൾ 2 ബാക്കിൽ വരുന്നു, ഫ്രണ്ടിൽ വരുന്നു. C ടൈപ്പ് ബാക്കിൽ 2 വരുന്നു. പിന്നെ പവർ 12 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഫ്രണ്ടിൽ ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടോർ ഡ്രിവൻ പവർ സ്റ്റിയറിംഗ്, അതായത് ടിൽറ്റ് ഫംഗ്ഷൻ, ടെലിസ്കോപ്പിക് ഫംഗ്ഷനും കോമൺ ആയിട്ട് വരുന്നുണ്ട്. പവർ വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ടയറും അത് കോമൺ ആയിട്ട് വരുന്നത്. എല്ലാ പവർ വിൻഡോയിൽ തന്നെയാണ് വരുന്നത്. ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് ഗോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പാസഞ്ചർ വാനിറ്റി മിറർ, ഇതെല്ലാം ഈ പാസഞ്ചർ വാനിറ്റി മിററൊക്കെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ഒരു 4 ഡിസ്ക് ബ്രേക്കുകൾ, എല്ലാ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. പിന്നെ സെക്കൻഡ് റോയിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് റിക്ലൈനിങ് സീറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാ വേരിയൻറ്റുകളിലും വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ വേരിയൻറ്റുകളായിട്ട് എടുത്ത് നോക്കാം. ഓരോ വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയില്ല എന്നുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന വേരിയൻ്റ് കേട്ടോ. അതിന് MPI പെട്രോൾ എഞ്ചിനും വരുന്നുണ്ട്, CRDI ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 10.99 ലക്ഷവും ഡീസലിലേക്ക് വരുമ്പോഴത്തേക്ക് 12.45 ലക്ഷമാട്ടോ എക്സ്ട്രാ, അല്ലാതെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞ ഈ കോമൺ ഫീച്ചേഴ്സ് കൂടാതെ വരുന്നത് പറഞ്ഞാൽ LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത് ഈ എന്ന് പറയുന്ന വേരിയൻറ്റിൽ. അതുപോലെ തന്നെ പറഞ്ഞാൽ മൈക്രോ റൂഫിൽ ആൻറ്റിന വരുന്നത് സാധാരണ ആൻറ്റിനാണ് വരുന്നത്. ഷാർപ്പിൻ ആൻറ്റിന ആയിരിക്കുകയല്ല വരുന്നത്. അതുപോലെ AC മാനുവലായിട്ടുള്ള AC ആയിരിക്കും വരുന്നത്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് കീ ആയിരിക്കില്ല, ഫോൾഡബിൾ ആയിട്ടുള്ള കീ ആയിരിക്കും വരുന്നത്. നോർമലായിട്ടുള്ള കീ ആയിരിക്കും വരുന്നത്, സ്മാർട്ട് കീ ആയിരിക്കില്ല വരുന്നത്. അതുപോലെ ടച്ച് സ്ക്രീൻ വരുന്നതെന്ന് പറഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കും ഇത് വരുന്നത് കേട്ടോ. അതുപോലെ ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10.4 ഇഞ്ച് തന്നെയായിരിക്കും വരുന്നത്. ഇത് ഒരു കോമൺ ഫീച്ചറായിട്ട് തന്നെ വേണം നമുക്ക് പറയാൻ പറ്റും. കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് വ്യത്യാസമുണ്ട്. ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്കും അത് 10.4 ഇഞ്ചിൻ്റെ മൾട്ടി ഡിസ്പ്ലേ ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിട്ടാണ് വരുന്നത്. ബേസ് വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും മൾട്ടി ഡിസ്പ്ലേ ഉള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. ഇത്രയുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. അതുപോലെ സീറ്റ് വരുന്നത് ഫാബ്രിക് സീറ്റ് ആയിരിക്കും കേട്ടോ. സാധാരണ വരുന്ന ഫാബ്രിക് സീറ്റ് ആയിരിക്കും. ലെതർ ഫിനിഷോ അല്ലെങ്കിൽ ലെതറേറ്റ് ആയിട്ടുള്ള അത്തരം സീറ്റുകളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നത്. അടുത്ത വേരിയൻറ്റ് എന്ന് പറഞ്ഞാൽ EX എന്ന് പറയുന്ന വേരിയൻറ്റ് കേട്ടോ. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം തന്നെ EX വേരിയൻറ്റിലുണ്ട്. അത് കൂടാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ഇഞ്ചിൻ്റെ സ്റ്റീൽ റിമ്മുകളാണ് EXലും EXലും വരുന്നത്. സ്റ്റീൽ റിമ്മുകളായിരിക്കും, അതിന് കവർ ഉണ്ടാവും. അലോയ് വീൽസ് ആയിരിക്കില്ല, 16 ഇഞ്ചായിരിക്കും, 17 ഇഞ്ചായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 17 ഇഞ്ച് ടോപ്പിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ 3 വേരിയൻസിൽ ഉണ്ടാവില്ല. അതിനുശേഷം വരുന്ന ടോപ്പ് വേരിയൻറ്റിലേക്കാണ് 17 ഇഞ്ച് അലോയ് വീൽസ്. ഇതിൽ കൂടുതലായിട്ട് EX വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സൈഡ്സിൽ ഗാർണിഷ് വരുന്നുണ്ട്. അതുപോലെ ആൻറ്റിന വരുന്ന ഷാർപ്പിനായിട്ടുള്ള ആൻറ്റിന വരുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇലക്ട്രിക് ഫോൾഡിംഗ് മിററുകൾ വരുന്നുണ്ട്, അതുപോലെ ഔട്ട്സൈഡിലുള്ള. അതുപോലെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നീട് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ റെയറിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഫ്രണ്ട് ട്യൂറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ വോയിസ് റെക്കഗ്നീഷൻ വരുന്നുണ്ട്. അത് പിന്നീട് നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ ഓഡിയോ ബ്ലൂടൂത്ത് കൺട്രോൾ വരുന്നത്. ഇത്ര ഓപ്ഷനുകളാണ് EX വേരിയൻറ്റിലേക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബേസ് ആയിട്ട് വരുന്ന യും EX എന്ന് പറഞ്ഞ 2 വേരിയൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് ഐഡിയ കിട്ടിക്കാണുള്ളൂ. ബാക്കി ഞാനൊരു ഫീച്ചേഴ്സ് വേരിയൻറ്റ് ബേസ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ ടേബിൾ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ എടുക്കാൻ പറ്റും ഏതൊക്കെ വേരിയൻറ്റിലാണ് വരുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽ ടേബിൾ ഞാൻ അവസാനത്തേക്ക് കൊടുത്തേക്കാം. അതിൽ എനിക്ക് അതുപോലെ തന്നെ പ്രൈസിൻ്റെ ഒരു ഡീറ്റെയിൽ ടേബിൾ കൊടുക്കുന്നുണ്ട്, കൊച്ചിയിലെ എക്സ്ഷോറൂം പ്രൈസിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം എന്തായാലും നമ്മൾ ഇത് മൊത്തം പറയാൻ പോയി കഴിഞ്ഞാൽ വീഡിയോ ഒരു അരമണിക്കൂറിൽ നിൽക്കില്ല. അത്രയ്ക്ക് വേരിയൻസും ഉണ്ട്, അതുപോലെ അത്രയ്ക്ക് ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഏതാണ്ട് 7ഓളം വേരിയൻസും അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം കൂടെ നമ്മൾ വരുമ്പോഴത്തെ അരമണിക്കൂർ കൂടുതലുള്ള വീഡിയോ. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റിലെ വീഡിയോയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആണ് ട്രൈ ചെയ്യാറ്. അപ്പോൾ ഞാൻ ആ ടേബിൾ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ റെഫർ ചെയ്ത് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫീച്ചറായ അഡാസ് ലെവൽ 2 ഇതിൽ വരുന്നുണ്ട്. അഡാസ് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർവേഡ് കൊളീഷൻ വാണിംഗ് വരുന്നുണ്ട്. ഫോർവേഡ് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് കാറുകളുമായിട്ടുള്ള അല്ലെങ്കിൽ വാഹനങ്ങളുമായിട്ടുള്ള വരുന്നത്. അതുപോലെ ഫോർവേഡ് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് പെഡസ്ട്രിയൻസ്, അതായത് കാൽനട യാത്രക്കാരുമായിട്ടുള്ള കട്ടമുട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് വരുന്നത് സൈക്കിളായിട്ടുള്ള വരുന്നുണ്ട്. അതുപോലെ ഫോർവേഡ് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് ജംഗ്ഷൻ ടേണിംഗ് വരുന്നുണ്ട്. അപ്പോൾ ടേൺ ചെയ്യുന്നിടത്തുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ വാണിംഗ് വരും. ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ലൈൻ കീപ്പിംഗ് അസിസ്റ്റ് വരുന്നുണ്ട്. ലൈൻ ഡിപ്പാർച്ചർ വാണിംഗ് വരുന്നുണ്ട്. ഡ്രൈവർ അറ്റൻഷൻ വാണിംഗ് വരുന്നുണ്ട്. അതായത് ഉറക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വാണിംഗ് കൊടുക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
അതുപോലെ സേഫ് എക്സിറ്റ് വാണിംഗ് വരുന്നുണ്ട്, സ്മാർട്ട് ക്രൂസ് കൺട്രോൾ വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ലെയിൻ ഫോളോയിങ് അസിസ്റ്റ് വരുന്നുണ്ട്, ഹൈ ബീം അസിസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ലീഡിംഗ് വെഹിക്കിൾ ഡിപ്പാർച്ചർ അലർട്ട് വരുന്നുണ്ട്, റെയർ ക്രോസ് ട്രാഫിക് കൊളീഷൻ വാണിംഗ് വരുന്നുണ്ട്. അതായത് പുറകിൽ ആയിരുന്നു ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വണ്ടി റിവേഴ്സ് എടുക്കുന്നുള്ള കാര്യങ്ങളുള്ള വാണിങ്ങൾ, അങ്ങനെയുള്ള വാണിങ്ങൾ വരും. റെയർ ക്രോസ് ട്രാഫിക് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ രണ്ടും ഒന്ന് തന്നെയാണ്, നമുക്ക് വാണിംഗ് കിട്ടും, അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും വണ്ടി. അതുപോലെ സറൗണ്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്, ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ വരുന്നുണ്ട്. നമ്മൾ സ്ക്രീനിൽ കണ്ടിരുന്നു, ഇപ്പോൾ ജസ്റ്റ് കണ്ടതാണ് ബ്ലൈൻഡ് വ്യൂവിൻ്റെ. അതുപോലെ തന്നെ സറൗണ്ട് വ്യൂവിൻ്റെ വരുന്ന 360 ഡിഗ്രി ക്യാമറയുടെ ഫീച്ചറും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അഡാസ് ലെവൽ 2 വരുന്നത്. അതായത് ടോപ്പ് വേരിയൻ്റായ SX-ലും SX ഓപ്ഷനിലുമാണ് ഇത്രയും അഡാസ് ലെവലിലെ കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അതിന് നമുക്ക് പ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഞാൻ ഷെയർ ചെയ്ത ടേബിളിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് പ്രൈസിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ ഈ വേരിയൻസ് ഫീച്ചേഴ്സിൻ്റെ ടേബിളിന് ശേഷം പ്രൈസിൻ്റെ ഫീച്ചേഴ്സ്, അതായത് കൊച്ചിയിലെ എക്സ്ഷോറൂം പ്രൈസാണ് കേട്ടോ, അതിൻ്റെ ഒരു ടേബിൾ കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള എക്സ്ഷോറൂം പ്രൈസ്, ഓരോ വേരിയൻറ്റിലും വരുന്ന എക്സ്ഷോറൂം പ്രൈസും അതുപോലെ ഓരോ വേരിയൻറ്റിൻ്റെ ഫീച്ചേഴ്സും കാണാൻ പറ്റും. ഇപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീച്ചേഴ്സിൻ്റെ ആ ഒരു ടേബിളാണ് കേട്ടോ. അപ്പോൾ ഓരോ വേരിയൻറ്റിലും വരുന്ന ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ആ ടേബിളിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിന് ശേഷം പ്രൈസ് വരുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ പുതിയ ക്രെറ്റയിൽ വരുന്ന ഡീറ്റെയിൽസും ഫീച്ചേഴ്സും, വേരിയൻസിൽ വരുന്ന ഫീച്ചേഴ്സും, അതിൻ്റെ ഓരോ വേരിയൻസിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസും വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, വീഡിയോസ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് വെക്കണം.